ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു അനൂസ് എഡ്യു ഹബ്. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയാ ഹമാരി ചിടിയ റാണി എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസാണ്. ലെറ്റ് സ്റ്റാർട്ട്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ: തിൻകെ ലാക്കർ മെഹൽ ബനാത്തി, ഘോസ്ലെ കോ മെഹൽ ക്യൂ കഹാ ഗയാ ഹെ? തിൻകെ ലാക്കർ മെഹൽ ബനാത്തി, അതായത് ഈ മെഹൽ എന്ന് പറയുന്നത് ഈ ചിടിയയുടെ ബയയുടെ ഒരു ഈ കൂടിനെ തന്നെയാണ് പറയുന്നത്. ഇതിനെ സ്ട്രോസ് വൈക്കോൽ തുരു കൊണ്ടുവന്ന് ഉണ്ടാക്കുന്നു. ഘോസ്ലേക്കോ മെഹൽ ക്യൂ കഹാ ഗയാ ഹെ, ഈ കിളിക്കൂടിനെ മെഹൽ എന്നെന്തിനാണ് വിളിക്കുന്നത്, കൊട്ടാരം എന്നെന്തിനാണ് വിളിക്കുന്നത്? ഘോസ്ലേക്കോ മെഹൽ ഇസ്ലിയെ കഹാ ഗയാ ഹെ ക്യൂക്കി, അതായത് ഈ കിളിക്കൂടിനെ മെഹൽ കൊട്ടാരം എന്ന് പറയുന്നത് എന്തെന്നാൽ ചിടിയ ഉസേ ബഡേ പ്രേം ഓർ മെഹനത് സേ ബനാത്തി ഹെ, ഈ ബയ കിളി വളരെ വളരെ സ്നേഹത്തോടെയും കഠിനാധ്വാനത്തോടും കൂടിയാണ് ഈ കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഘോസ്ലെ കോ ഓർ ബി ആരാംദായക് ബനാനെ കെ ലിയെ ഖേത്തോ സേ ദാന ഓർ നദിയോ സെ പാനി ലാക്കർ ഭർ ദേത്തെ ഹെ, ഈ ഒരു ബയ അതിൻ്റെ കൂടിനെ കുറച്ചുകൂടെ ആരാംദായക് മീൻസ് സൗകര്യപ്രദമാക്കുവാനായിട്ട് വയലിൽ നിന്നും ദാന അരിമണികളും പിന്നെ പുഴയിൽ നിന്നും വെള്ളവും കൊണ്ട് കൂട് നിറച്ചിരിക്കുന്നു. ബയ കോ യ ഘോസ്ല കിസി മെഹൽ സെ കം നഹി ഹെ, ഈ കിളിക്ക് തൻ്റെ കിളിക്കൂട് ഒരു കൊട്ടാരത്തിന് തുല്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ബയ കെ ബച്ചോं की നിഗരാനി ഹം ബാരി ബാരി സെ കരേംഗെ, ഇസ്കാ താത്പര്യ ക്യാ ഹെ? അതായത് ബയ ഈ കിളിയുടെ കുട്ടികളുടെ സംരക്ഷണം നമ്മൾ മാറി മാറി ചെയ്യും. ഇതിനോടുള്ള താല്പര്യം എന്താണ്? ബच्चे बया से इतना प्यार करते हैं कि वे उसे कहीं दूर नहीं जाने देंगे, അതായത് ജാനെ നെഹി ദേങ്കെ, അതായത് ഈ കുട്ടികൾക്ക് ഈ ബയനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ദൂരെ ഒരിടത്ത് വിടത്തില്ല. ഇസ്കെ ലിയെ വേ ജബ് ബയാ കെ ബच्चे അണ്ടേ സേ നിക്ലേംഗെ, ദൂരെയൊന്നും ഈ കിളീനെ പറന്നു പോകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഈ കുട്ടികൾ പറയുന്നത് എന്താണ്? ഈ കുട്ടികൾ ഈ മുട്ടയിൽ നിന്നും പുറത്തു വരുമ്പോൾ അണ്ടേ സെ നിക്കലെങ്കിൽ ഉസെ ഏക് കർക്കെ ദേഖ്ഭാൽ കരേംഗെ, ഈ കുട്ടികൾ ഓരോരുത്തരായിട്ട് അതിനെ സംരക്ഷിക്കും. ഇസി താത്പര്യക്കെ കാരൻ ബच्चे ऐसे कहते हैं, ഈ ഒരു താല്പര്യം കൊണ്ടാണ് കുട്ടികൾ അങ്ങനെ പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ: പർ നിക്ലേംഗെ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിറകുകൾ മുളയ്ക്കും. ഉഡ് ജായെങ്കെ പറന്നു പോകും. മേം കിസ്കി സൂചന ഹെ, പർ നിക്ലേംഗെ ഉഡ് ജായെങ്കെ മേം കിസ്കി സൂചന ഹെ, ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പർ നിക്ലേംഗെ കി സൂചന ഹെ കി ജബ് ബच्चे ബഡേ ഹോംഗെ, അതായത് പർ നിക്ലേംഗെ അതിനെ സൂചിപ്പിക്കുന്നത് കുട്ടികൾ വലുതാകുമ്പോൾ. ഉഡ് ജായെങ്കെ കി സൂചന ഹെ കി ജബ് ബच्चे അലഗ് ഹോക്കർ സ്വതന്ത്ര ഹോംഗെ. ഉഡ് ജായെങ്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾ മാതാപിതാക്കളിൽ നിന്നും മാറി സ്വതന്ത്രരാകുമ്പോൾ അതിനെയാണ് ഈ ഉഡ് ജായെങ്കെ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: കവിത സേ അപ്നി മൻപസന്ദ് പങ്ക്തിയാൻ ചുൻകർ ലിഖേ എന്ന് പറഞ്ഞാൽ ഈ കവിതയിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കാനാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: നിമ്നലിഖിത് ആശയവാലി പങ്ക്തിയാൻ ചുനെ, താഴെ തന്നിരിക്കുന്ന ആശയത്തോട് യോജിക്കുന്ന വരികൾ കവിതയിൽ നിന്ന് ചൂസ് ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ചിടിയ ദൂർ ന ജായേ इसके लिए आंगन में दाना पानी भर देंगे, तुझको दूर न जाने देंगे, दानों से आंगन भर देंगे और हौज में भर देंगे हम, मीठा मीठा ठंडा पानी. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വരിയോട് സദൃശ്യമുള്ള യോജിക്കുന്ന ആശയം വരുന്ന പാരഗ്രാഫ് ഇതാണ്. അടുത്ത വരി: ബच्चे ബയാ ബൻകർ ഉഡ് ജായേ തോ ഹം മാതാ ചിടിയ കെ പാസ് രഹേംഗെ, ഈ ആശയത്തോട് യോജിക്കുന്ന പാരഗ്രാഫ്. ഫിർ ജബ് ഉൻകെ പർ നിക്ലേംഗെ ഉഡ് ജായെംഗെ ബയാ ബനേംഗെ ഹം തബ് തേരെ പാസ് രഹേംഗെ. അടുത്ത ക്വസ്റ്റ്യൻ: സമാൻ അർത്ഥ വാലെ ശബ്ദ് കവിത സേ ചുനെ, താലിക ബരെ, അതായത് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള കുറച്ച് വാക്കുകളുണ്ട്.
ആ വാക്കുകളോട് സാമ്യമുള്ള സെയിം ആയിട്ടുള്ള അർത്ഥം ഉള്ള വാക്കുകൾ എഴുതാനാണ് പറയുന്നത്. അതായത് എക്സാമ്പിൾ, ഹർ പക്ഷി കാ അപ്ന രഹൻ സെഹൻ ഹേ. അതായത് എല്ലാ പക്ഷികൾക്കും അവരുടേതായിട്ടുള്ള ജീവിത രീതികളുണ്ട്. അതിലെ ആ പക്ഷി എന്നുള്ള വാക്കിൻ്റെ സമാനാർത്ഥം സെയിം ആയിട്ടുള്ള മീനിങ് വരുന്നത് എന്താണ്? ചിടിയ. അതുപോലെ രണ്ടാമത്തത്, ജൽ ജീവൻ കാ ആധാർ ഹേ. ആ ജെല്ലിൻ്റെ പകരം, ജെല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ, വെള്ളം. വെള്ളത്തിന് പകരം, ജെല്ലിന് പകരമായിട്ടുള്ള വാക്ക് ഇവിടെ എഴുതണം. ദെൻ പങ്ക് കെ ബിന ഉഡ്ന അസംഭവ് ഹേ. പങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിറക്, ചിറകിൻ്റെ മറ്റൊരു വാക്ക്. പേട് കി സബ്സെ ഊഞ്ചി ടഹ്നി പത്ലി ഹേ. ടഹ്നി, ടഹ്നി എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച്, ചില്ല, അതിൻ്റെ മറ്റൊരു വാക്ക്. ആൻസർ ഈസ് പാനി ജീവൻ കാ ആധാർ ഹേ. ജൽ കെ ബദലെ മേ പാനി. ജെല്ലിൻ്റെ, ജൽ എന്ന വാക്കിൻ്റെ മറ്റൊരു പദം പാനി. രണ്ടാമത്തേത്, पर के बिना उड़ना असंभव है. पंख के बदले में. पंख എന്ന വാക്കിന് മറ്റൊരു പദം पर. തേർഡ് വൺ, पेड़ की सबसे ऊंची डाली पतली है. डाली. टहनी എന്ന വാക്കിൻ്റെ മറ്റൊരു പദം डाली. തേർഡ് ക്വസ്റ്റ്യൻ, ये संकेत पढ़े और जीवों को जीने दो विषय पर टिप्पणी लिखे. ये संकेत, സങ്കേത് എന്ന് പറഞ്ഞാൽ സൂചന. സൂചന വായിച്ചിട്ട്, താഴെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. അവയെല്ലാം വായിച്ചിട്ട് ജീവോക്കോ ജീനേതോ, ജീവികളെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന ഈ ഒരു വിഷയത്തിൽ, ഇസ് വിഷയ് പർ ടിപ്പണി ലിഖേ. ടിപ്പണി എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിപ്രായം. നമ്മുടെ ഒരു അഭിപ്രായം എഴുതാനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഫസ്റ്റ് സങ്കേത്, ആദ്യത്തെ സങ്കേത്, ചാര തലാഷ്നെ കെ ലിയേ പ്രാണിയോ കാ അപ്നാ തൗർ തരീക്ക ഹേ. ചാര എന്ന് പറഞ്ഞാൽ ഫുഡ് അല്ലെ, ആഹാരം. ആഹാരം കണ്ടെത്താനായിട്ട് പ്രാണികൾക്ക് അവരുടേതായിട്ടുള്ള രീതികളുണ്ട്. രണ്ടാമത്തേത്, പ്രാണി അപ്നെ ബച്ചോ കി നിഗ്രാനി ഖുദ് കർ സക്താ ഹേ. പ്രാണി എന്ന് പറഞ്ഞാൽ ജീവികൾ അവരുടെ കുട്ടികൾ, കുട്ടികളുടെ നിഗ്രാനി എന്ന് പറഞ്ഞാൽ അവരുടെ സംരക്ഷണം അവർക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയും. पंख निकलने पर उड़ जाना चिड़ियों की सहज वृत्ति है. पंख निकलने पर, പങ്ക് എന്ന് പറഞ്ഞാൽ ചിറക് മുളയ്ക്കുമ്പോൾ തന്നെ അവ പറന്നു പോകുന്നത് അവരുടെ ഒരു സഹജമായ കാര്യമാണ്. ദെൻ ഖത്രേ മേം മദത് കരേ. ഖത്രേ മേ മദത് മീൻസ്, ഖത്ര എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അപകടത്തിൽ ഹെൽപ്പ് ചെയ്യാം. സൂഖേ മേം പാനി ദേ. സൂഖേ മീൻസ് വരൾച്ച എന്ന് പറഞ്ഞാൽ വെള്ളമില്ലാത്ത അവസ്ഥ, ആ സമയത്ത് വെള്ളം നൽകാം. ഈ സൂചനകൾ എല്ലാം വെച്ചിട്ട് ഈ ഒരു വിഷയത്തിൽ എന്താണ്, ജീവോക്കോ ജീനേതോ എന്ന ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം തയ്യാറാക്കാൻ. ജീവോക്കോ ജീനേതോ विषय का अर्थ है कि सभी जीवों को स्वतंत्र रूप से जीने का अधिकार है. मनुष्य को उनके ऊपर कोई अधिकार नहीं है. सारे जीव जालों को खुद का खाना और पानी तलाश करने का स्वाभाविक तरीका है. हम मनुष्यों को इस प्राकृतिक चक्र में बाधा नहीं डालनी है. प्राणी अपने बच्चों की देखभाल खुद कर सकते हैं. उसे पालन पोषण करना और प्रकृति का नियम समझाकर बच्चों को प्रकृति को सौंप देना जीवों का कर्तव्य है. एक चिड़िया अपने पंख निकलने पर उड़ जाना, यह प्रकृति का नियम है. हम उसे पिंजरे में बंद करके उनके अधिकार को छीनना, यह प्रकृति के विरुद्ध है. यदि कोई जीवी खतरे में हो, भूखे हो या सूखे जैसे प्राकृतिक विपत्ति के शिकार हो, हम मनुष्यों को उनका मदद करना चाहिए.
ഇതിൻ്റെ അർത്ഥം വരുന്നത് ജീവികളെ ജീവിക്കാൻ അനുവദിക്കുക എന്ന വിഷയത്തിൻ്റെ അർത്ഥം എല്ലാ ജീവജാലകങ്ങൾക്കും സ്വതന്ത്രമായി ജീവിക്കാൻ അവകാശമുണ്ട് എന്നാണ്. മനുഷ്യർക്ക് അവരുടെ മേൽ ഒരു അവകാശവുമില്ല. എല്ലാ ജീവജാലകങ്ങൾക്കും സ്വന്തമായി ഭക്ഷണവും വെള്ളവും കണ്ടെത്താനുള്ള സ്വാഭാവികമായ വഴികളുണ്ട്. നമ്മൾ മനുഷ്യർ ഈ പ്രകൃതി ചക്രത്തിൽ ഇടപെടാൻ പാടില്ല. അടുത്ത പാരഗ്രാഫ്. മൃഗങ്ങൾക്ക് അവരുടെ കുട്ടികളെ സ്വയം പരിപാലിക്കാൻ കഴിയും. അവരെ പോറ്റി വളർത്തുകയും പ്രകൃതിയുടെ നിയമങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് പ്രകൃതിക്ക് കൈമാറുകയും ചെയ്യുക എന്നത് ജീവികളുടെ കടമയാണ്. ഒരു പക്ഷിക്ക് ചിറക് മുളയ്ക്കുമ്പോൾ പറന്നുയരാൻ കഴിയുക എന്നത് പ്രകൃതിയുടെ നിയമമാണ്. അതിനെ കൂട്ടിലടച്ച് അവകാശങ്ങൾ നിഷേധിക്കുന്നത് പ്രകൃതിക്ക് എതിരാണ്. അടുത്ത പാരഗ്രാഫായിട്ടല്ല, അതിനെ ചേർത്താണ് എഴുതേണ്ട. വിരുദ്ധയില്ലേ, അതിൻ്റെ കൂടെ തന്നെ നേരെ തന്നെ എഴുതേണ്ടതാണ്. ഏതെങ്കിലും ജീവികൾ അപകടത്തിലാകുകയോ പട്ടിണിയാകുകയോ വരൾച്ച പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയാകുകയോ ചെയ്താൽ നമ്മൾ മനുഷ്യർ അവരെ സഹായിക്കണം. അടുത്ത പേജിൽ യഹാ അന്ധ വ്യക്തി സടക് പാർ കർനെ കി കോശിഷ് കർ രഹാ ഹെ, ലിഖേ ചിത്ര മേ ക്യാ ക്യാ ഹോ രഹേ ഹെ. അതായത് ഇവിടെ ഒരു 4 പിക്ചർ തന്നിട്ടുണ്ട്. ആ പടങ്ങളെ വിവരിച്ച് എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് പടം എന്താണ് കാണുന്നത്? ഒരു ബ്ലൈൻഡ് മാൻ അല്ലേ, ഒരു അന്ധൻ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ 2 കുട്ടികൾ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് വരുന്നു. പിന്നെ അവരുടെ കൈ പിടിച്ച് റോഡ് ക്രോസ് ചെയ്യുന്നു. റോഡ് ക്രോസ് ചെയ്തതിന് ശേഷം കണ്ണ് കണ്ടുകൂടാത്ത ആൾ കുട്ടികളോട് താങ്ക് യു പറയുന്നു അല്ലേ. ഇതിനെ നമ്മൾ ഹിന്ദിയിൽ എഴുതണം. तो पहला पिक्चर में क्या है? एक अंधा आदमी सड़क पार करने की कोशिश में है. ഒരു കണ്ണ് കണ്ടുകൂടാത്ത ആൾ റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. दूसरा चित्र में क्या है? 2 കുട്ടികൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. दो बच्चे उसके पास आते हैं. तीसरे चित्र में उसका हाथ पकड़कर सड़क पार करते हैं. അയാളുടെ കൈ പിടിച്ച് റോഡ് ക്രോസ് ചെയ്യിപ്പിക്കുന്നു. चौथा और आखिरी पिक्चर में क्या है? आदमी सड़क पार करने के बाद बच्चों को धन्यवाद देता है. എന്ന് പറഞ്ഞാൽ അയാൾ റോഡ് ക്രോസ് ചെയ്തതിന് ശേഷം കുട്ടികളോട് നന്ദി പറഞ്ഞു. तो बच्चों कैसा लगा आज का क्लास? എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഫർദർ ആയിട്ടുള്ള എൻ്റെ ക്ലാസ്സസ് എല്ലാം ലഭിക്കുകയുള്ളൂ. കൂടുതൽ നോട്ട്സും കൂടുതൽ ക്ലാസ്സസും ഇനി വരുന്ന ദിവസങ്ങളിൽ ലഭ്യമാകുന്നതാണ്. താങ്ക് യു.